ഹായ് ഫ്രണ്ട്സ്, കാച്ചൂസ് വീഡിയോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഈ ആഴ്ച ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് വളരെ പോഷക സമൃദ്ധവും അതോടൊപ്പം തന്നെ വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഡ്രൈ ഫ്രൂട്ട് ഷേക്കാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഡ്രൈ ഫ്രൂട്ട് ഷേക്ക്. അത് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ള റെസിപ്പിയിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു 15 ബദാം എടുക്കുക. അതോടൊപ്പം തന്നെ ഒരു 15 കശുവണ്ടി പരിപ്പ്, കാഷ്യൂ നട്ട്സ്, ഇത് രണ്ടും ഒരു ബൗളിലേക്ക് എടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് ഇളം ചൂടുള്ള വെള്ളം, നന്ന തിളച്ച വെള്ളമല്ല, ഇളം ചൂടുള്ള വെള്ളം കുറച്ച് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് ഒരു 10 മിനിറ്റ് അതങ്ങനെ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ബദാമിൻ്റെ പുറത്തുള്ള തൊലി കളയുക. ഇപ്പം ബദാമിൻ്റെ പുറത്തുള്ള തൊലി ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഒരു ഗ്രൈൻഡറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. വളരെ മിനുസമായിട്ട് അരച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതൊരു ഗ്രൈൻഡറിൻ്റെ ജാർ എടുത്തിട്ടിരിക്കുന്നു, എന്നിട്ട് അതിനകത്തേക്ക് ഇട്ടിരിക്കുകയാണ്. ഇനി ഇതിനകത്തേക്ക് നന്നായിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അവിടെ മാറ്റി വെക്കുക. അടുത്തതായിട്ട് ഒരു പാത്രത്തിനകത്തേക്ക് 2 ഗ്ലാസ് പാല്, എന്നുവെച്ചാൽ 2 കപ്പ് പാല്, 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഈ പാലിനകത്തേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായി വരുന്നുണ്ട്. ഈ വരുന്ന സമയത്തേക്ക് ഇതിനകത്തേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കൂടുതൽ കുറവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കുറവ് ആക്കാം. ഇപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1/4 കപ്പ് ഫ്രഷ് ക്രീമും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് പാൽ നന്നായിട്ട് ചൂടാകുന്നതിന് മുമ്പ് തന്നെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ പാല് നന്നായിട്ട് ചൂടായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ തിളച്ച് വന്നിരിക്കുന്ന ഈ പാലിനകത്തേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഡ്രൈ ഫ്രൂട്ടിൻ്റെ അരപ്പുണ്ട്. അത് നന്നായിട്ട് നമ്മൾ സ്മൂത്തായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഈ തിളച്ച് വന്ന പാലിനകത്തേക്ക് അത് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട് അരച്ച് വെച്ചിരിക്കുന്നത് ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. ഇത് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. തീ വളരെ ലോ ആക്കി വെക്കുക, ചെറിയ തീയിൽ വെച്ച് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ പഞ്ചസാരയുടെ ആ ലെവലൊന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ആ ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചോട് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട് ജ്യൂസ് ഇവിടെ ശരിയായി വരികയാണ്. ഇനി ആവശ്യമുള്ളവർക്ക് ഒരു 2 ഏലക്കായ കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഫ്ലേവർ കൂടി കിട്ടും. ഇനി അത് ഇഷ്ടമല്ലാത്തവർക്ക് ചേർക്കണമെന്നില്ല. ഇപ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട് ഷേക്ക് ഇവിടെ ശരിയായിട്ടുണ്ട്. ഇനി ഇത് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് ചെറിയ തീയിൽ ഒന്ന് കുറുക്കിയെടുക്കാം. ഇത് കുറുകി വരുന്നതോട് കൂടിയിട്ട് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റി നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. തണുപ്പിച്ചിട്ടും ഉപയോഗിക്കാം, അതോടൊപ്പം തന്നെ ഇളം ചൂടിനും ഉപയോഗിക്കാം. എല്ലാവരും ഇത് ട്രൈ ചെയ്യും എന്നുള്ള വിശ്വാസത്തിൽ തൽക്കാലം ഞാൻ നിർത്തുന്നു. ഗുഡ് ബൈ.